അങ്ങനെ ഇതാക്കണം കല്യാണം കൂടാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇതാക്കണം ശനിയാഴ്ച വൈകുന്നേരത്താണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ പകലെന്നെ കുട്ടികളൊക്കെ പോയിനല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം 3 ആളും വൈകുന്നേരത്തിനാണ് പോരുന്നത്. മൂപ്പര് പണിയൊക്കെ കയറിയിട്ടാക്കും പോലെ കോയിനെ കടച്ചിട്ട് ഓലൊക്കെ വേണമല്ലോ നോക്കുക. അങ്ങനത്തെ കോഴികളൊക്കെ കൂട്ടിലാക്കി കഴിഞ്ഞേരെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. മഴ ഇതാക്കണം നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പെയ്തു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതാക്കണം ഇന്നത്തെ ശനിയാഴ്ചത്തെയും അതേപോലെ തന്നെ ഞായറാഴ്ചത്തെയും കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കല്ലേ, അപ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്നും എടുക്കാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, അത് പാട്ടും കൂത്തൊക്കെ ഉണ്ട്. അത് ഞാൻ സ്പീഡിലിട്ടാണ് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഇതാക്കണം നമ്മളെ വീട്ടിലെത്തി തറവാട്ടിൽ കയറി കുറച്ച് ചായ കുടിച്ചിട്ട് ഇതാക്കണം കല്യാണ പദ്ധതിൽക്കട് കയറി പോവുക കേട്ടോ. കല്യാണം ആരുതാണെന്ന് ചോദിച്ചാൽ നമ്മളെ മൂപ്പരെ വലിയച്ഛൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. ഫസ്റ്റ് കല്യാണമാണ് വീട്ടിലത്തത്. പിന്നെ പാലുകാച്ചും ഉണ്ട് കേട്ടോ. പുതിയ വീടിൻ്റെ പാലുകാച്ചും കല്യാണം ഒക്കെ പാടൊപ്പാണ് കേട്ടോ. പണ്ട് നമ്മളെ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതോ ഒരു സിനിമയിൽ ഇതാക്കണ് പാലുകാച്ചൽ കല്യാണം പാലുകാച്ചൽ. അതേപോലെയാണ് കേട്ടോ കല്യാണവും പാലുകാച്ചലും ഒപ്പമായിരുന്നു ഇവിടെ. ഒരു പുതിയ വീട് എടുത്താണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീടൊക്കെ തന്നെയാണ്. അപ്പം ഇനി ഇതൊക്കെ നല്ല അടിപൊളി മരുവൾ തന്നെയാണ് കേട്ടോ വരാൻ പോണത്. അപ്പോൾ ആ അടുക്കളയൊക്കെ നല്ല സൂപ്പർ പുത്തര അടുക്കള അല്ലേ. കുറേ പാത്രം കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ കല്യാണത്തല്ലേന്ന് ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ സൗണ്ടൊന്നും ഞാനിതിൽ ഇടുന്നില്ല, കാരണം കുറേ കല പിലയാണല്ലോ. അപ്പോൾ കല്യാണപ്പേരെ ചെന്നാൽ പിന്നെ എല്ലാവരോടും ഒന്നും ഉണ്ടാതിരിക്കും, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറയാൻ വെച്ചല്ലേ. അങ്ങനെ ഇതാക്കണ് കല്യാണ വീട്ടിലൊക്കെ എത്തി വീടൊക്കെ കണ്ടു ഞങ്ങൾ. പിന്നെ അവിടെ കുറേ വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ ചെല്ലുന്നത് എവിടുക്കുക ചോദിച്ചാൽ കലവറയൊക്കെയാണ് കേട്ടോ. ഇവിടെയാണല്ലോ നമുക്ക് ആ കാര്യപ്പെട്ട പരിപാടികളുള്ളത്. അപ്പോൾ എല്ലാവരും ഇതാക്കണം ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസവും നാളത്തെ ഒരു ദിവസം നമുക്ക് ഇത് അടുക്കളയിൽ കയറണ്ടെന്നർത്ഥം. എല്ലാവരും ആണുങ്ങളൊക്കെയാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉള്ളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുത്തിട്ട് വീട്ടിൽ വന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ആ മക്കളോടൊക്കെ വർത്താനം പറഞ്ഞു. 2 ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ അച്ചമ്മ ഉണ്ടായിരുന്നു, വർത്താനൊക്കെ പറഞ്ഞ് നാത്തുമാർ വന്നു. വലിയ നാത്തൂൻ വന്നിട്ടില്ലെന്ന്, കല്യാണത്തിനേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ നാത്തൂനും കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കുറച്ച് നേരം. പിന്നെ ഇതാക്കണേ നമുക്ക് ചോറിൻ്റെ ആ ഒരു ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ വേഗം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇതാക്കണ നല്ല ചോറും നല്ല ചിക്കൻ കറി അച്ചാറും ഉണ്ടായിരുന്നു. അത് നല്ല ഉഷാറായിട്ടാണ് തട്ടി വിട്ടു. കത്തിടും മയിലാളെ തഞ്ചൊളിവിൽ തഞ്ചമേറും മൊഞ്ചകപ്പൂമോളെ. ഓ മധുരത്തേൻ കുടിക്കാൻ ഒത്തവൾ നീയല്ലേ. ഒരു വിചാരവും സന്തോഷവും നിനക്കില്ലേ. രത്നമോകം കത്തിടും മയിലാളെ തഞ്ചൊളിവിൽ തഞ്ചമേറും മൊഞ്ചകപ്പൂമോളെ. താങ്ക് യു.
അങ്ങനെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ദിവസം ശനിയാഴ്ച ദിവസം അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയിട്ട് എല്ലാവരും ഗായകന്മാരെ ഇങ്ങോട്ട് ഉണർത്തെഴുന്നേറ്റൊരു ദിവസം തന്നെയായിരുന്നു. പിന്നെ മക്കളെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 2-2:30 വരെ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ പിറ്റേത് ഇതാക്കണം നമ്മളെ കല്യാണത്തിൻ്റെ അന്ന് ദിവസത്തിൽ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത്. ഒന്നാമത് നമുക്ക് ചെക്കൻ്റെ കല്യാണം ആകുമ്പോൾ വലിയ ഒരുക്കങ്ങളില്ലല്ലോ. പിന്നെ ആ ചെക്കൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ ആളും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പെണ്ണ് വരാൻ നേരത്താണല്ലോ കുറേ ആൾക്കാരൊക്കെ വരിക. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ ഒപ്പം പോണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിരിക്കുക കേട്ടോ. നീച്ചപ്പം തന്നെ നേരെ 7 മണി ആയിക്കണം. എല്ലാവരും നേരം വൈകിട്ടാണ് വന്ന് കടന്നത്. അപ്പോൾ അതാക്കണം നീച്ചപ്പോൾ അതാ 7 മണിയായിട്ട്. ഇനിയിപ്പോൾ തത്രപ്പാടിലൊരു കുളിയും ദേവാരൊക്കെ തന്നെ ഇക്കാരം. കല്യാണപ്പേരയിൽ വന്നാൽ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കടല. നമ്മൾ ഹാളിൽ ഇതാക്കണം പായൊക്കെ ഇട്ട് നേണ്ട് നിവർന്ന് എല്ലാവരും കൂടി വട്ടളഞ്ഞിട്ടാണ് ഒരു കടത്താണ് കടന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ണനും കൂടി ഉണ്ട് അവിടെ നീക്കാനായിട്ട്. പിന്നെ എല്ലാവരും കുളിയും ദേവാരൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചായ കുടിക്കാൻ വന്ന്. പിന്നെ ചായക്ക് ഇതാക്കണം നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇതാക്കണം കല്യാണത്തിങ്ങൾക്ക് അന്ന് രാവിലെ റവയും പാഡ്സിൻ്റെ ഒരു കുറുമ പോലെ വെക്കൂട്ടോ. പാഡ്സിൻ്റെ ഒരു കറിയാണ് ഉണ്ടാകുക. അതാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചായക്ക് കടി. അവ ഇങ്ങോട്ട് നോക്കിയാ ഓളെ തന്നെ എടുക്കാനുള്ള കാലക്കാണ് കാണുന്നത്. അവ ഇങ്ങോട്ട് ഇതുക്കോക്ക് ഒരു ഹായ് പറഞ്ഞങ്ങനെ ഹായ് പറഞ്ഞ ചാറ്റ് എടുത്താ എനിക്ക് തീരെ താല്പര്യമില്ല. മഴ വരുന്നുണ്ടല്ലേ? അല്ല ഗൈസ് മഴ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ മേക്കപ്പിലാണ് ഭാവിയോടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാവരും ഒരുങ്ങലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണ വീട്ടിലിതാക്കണ്. ഇന്നലെ രാത്രി ഞങ്ങൾ പോയി പോകുന്നതാണ്. പിന്നെ ഇന്ന് രാവിലെയാണ് ഇറങ്ങണത്. അപ്പോൾ ചെക്കനെ ഇതാക്കണം ഇറങ്ങാനായിക്കണ്ട. ചെക്കൻ ഇറങ്ങണതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടല്ലേ ഞങ്ങളവിടെ. അപ്പോൾ അതാ പെണ്ണിന് മാത്രമല്ല സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാക്കണം അമ്മായിയാളും കുടുംബക്കാരും ഒക്കെ ആർക്കൊക്കെ വയ്ക്കണ വെച്ചാൽ ഓലൊക്കെ ഇതാക്കണം മോതിരം അങ്ങനത്തെ ഒക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഇതാക്കണം അനുഗ്രഹം വാങ്ങലും അതും അങ്ങനത്തെ പരിപാടികൾ അങ്ങനത്തെ രാവിലത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. പുതിയപ്പള പുറപ്പെടുന്നതിൻ്റെ മുന്നേ കുറച്ച് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഈ ഒരു ചടങ്ങുള്ളത്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറിയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുകയായി. അപ്പോൾ നമ്മളെ അമ്മ ഇതാക്കണം ഒരുങ്ങി സുന്ദരിയായി നമ്മൾ അടിച്ചു കൊടുത്ത ആ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൂപ്പറായി അവിടെ നിൽക്കുന്നുണ്ട്. ബ്ലൗസൊക്കെ പാകിയായിരുന്നു കേട്ടോ. ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക് കൊള്ളൂലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആ അടിപൊളിയായിട്ട് പാകമൊക്കെ ആയിരുന്നു. 2 ബ്ലൗസ് അടിച്ചെടുത്തുനിന്ന്. അപ്പോൾ ഇതാണ് ചെക്കൻ വാങ്ങി കൊടുത്തത് പറഞ്ഞിട്ട് അതാണ് ഇട്ടത്. അങ്ങനെ ഇതാക്കണം നമ്മളെ മൂപ്പര് നോക്കണം ആ ബൈക്കിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു കാണുന്നതൊക്കെ നമ്മളെ കൂട്ടവും കുടുംബവും അയൽവക്കക്കാരൊക്കെ തന്നെയാണ്. ഒക്കെ തറവാട്ടിൻ്റെ ചുറ്റോറുള്ളതാട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ കൂടുതലായിട്ട് പറയേണ്ടി വരും. ഒന്നാമത് നമുക്ക് ഇതാക്കണേ നമ്മളിതാ 19 കൊല്ലമായി ഇവിടെ വന്ന് കേട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ആൾക്കാരുടെ പേരൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. നമ്മൾ പൊതുവേ നമ്മൾ മമ്പാടാണല്ലോ നിൽക്കൽ. ഇവിടെ തറവാട്ടുകൾ എപ്പോഴേലൊക്കെ വരുമ്പോഴല്ലേ ഉള്ളൂ. എന്നാലും കുറേ ആൾക്കാരുടെ പേരും വിവരങ്ങളൊക്കെ നിശ്ചയുണ്ട് കേട്ടോ, അറിയും കേട്ടോ. അല്ലാതെ ആൾക്കാരെ ഇപ്പോൾ കൊണ്ടുവന്നവരെയും മക്കളെയും കുട്ടികളും പേരക്കുട്ടികളൊന്നും അങ്ങനെ പേരൊന്നും അറിയില്ല. അപ്പോൾ അതാണ് എല്ലാവരും കൂടി പേരെടുത്ത് പറയാത്തതിൻ്റെ ഒരു കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ അവിടെയായിട്ട് മൂപ്പര് ഇതാക്കണ ചെറുപ്പകാലത്തിലേ അവിടെ പോയതാണല്ലോ. പിന്നെ അവിടെ നിന്നല്ലേ നമ്മളെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ്, അമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വിരുന്നൊക്കെ വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ഇവിടെ നിൽക്കലൊക്കെ. അപ്പോൾ ഇവിടെ സ്ഥലം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് കിഴക്കേച്ചാത്തല്ലൂരാണ്. നമ്മളെ തറവാട് നിൽക്കുന്നത് കിഴക്കേച്ചാത്തല്ലൂർ. ഇതായി കഴിഞ്ഞിട്ട് കിഴക്കേച്ചാത്തല്ലൂരാട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ പോണില്ല എന്ന് പറഞ്ഞ സംഗതിക്ക് ഞങ്ങളെല്ലാവരും വലിച്ച് കയറ്റിയിട്ട് ഇതാക്കണം. ഇവിടുത്തെ മക്കളും മരിയക്കളും എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം നമ്മളെ തറവാട്ടത്തെ 4 മരിയക്കൾ ഇതാക്കണം അപ്പുറം സീറ്റിലൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ അതാ നാത്തുമാരുണ്ട്, പിന്നെ ഇളച്ചിമാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒക്കെ ഇതാക്കണ് പാട്ടൊക്കെ കേട്ടിട്ട് നീച്ചൊക്കെ നിൽക്കുക, ഡാൻസ് കളിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഇപ്പം മക്കളെയും കാട്ടിൽ ഇതാക്കണം അമ്മമാർക്കാണ് ഡാൻസ് കളിക്കാൻ ഭയങ്കരമായിട്ട് പൂതിയില്ലേ. കാരണം പറയുകയാണെങ്കിൽ ഓല ചെറുപ്പകാലത്തിലൊന്നും ഒന്നാമത് ഓല കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഇതാക്കണം എവിടേക്കും പോയിട്ടും ഉണ്ടാവില്ല. പാട്ടും കൂത്തും ആക്കിയിട്ട് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും ഓൽക്കും ആ ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ. നമുക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്.
അങ്ങനെ ഇതാക്കണേ ഞങ്ങളെല്ലാവരും മുന്തി തള്ളിയാണ് ഇവിടെ എത്തിക്കണം കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ ചാത്തല്ലൂർ ചെക്കൻ്റെ പേരെയാണെങ്കിലും ഒതായിയാണ് പെണ്ണിൻ്റെ പേരുള്ളത്. അപ്പോൾ ഒരു ഇത്തിരി ദൂരമുള്ളൂ, ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ബസ് യാത്ര ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അലാക്കിൻ്റെ ബസ്സിലൊക്കെ കയറിയിട്ട് ഇതാക്കണേ ഇരുന്ന് 2-3-4 പാട്ട് വന്നിട്ട് നല്ലപോലെ തുള്ളിച്ചാടിയപ്പോൾ തന്നെ നമ്മൾ ഒതായി എത്തിക്കണം. അപ്പോൾ ഒതായിൽ ഇതാക്കണ ചെക്കരപ്പെണ്ണിൻ്റെ വീട്ടിലല്ലായിരുന്നു കേട്ടോ കല്യാണം, ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിതാക്കണ ചെക്കൻ്റെ വീട്ടുകാരെ ഇതാക്കണ ക്ഷണിക്കാനുള്ള പരിപാടിയാണ്. അമ്മായിയമ്മയും അതേമാതിരി അളിയനും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, താലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാക്കണ ആനയിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. ചെക്കന് ഇതാക്കണ കാലൊക്കെ കഴുകി കൊടുക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ഞമ്മക്ക് ഇതാക്കണ കിട്ടിയ അവസരത്തിൽ നമ്മളെല്ലാതും കൂടി അത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാതും കൂടി വീഡിയോ എടുക്കാൻ നമുക്ക് കഴിയൂലല്ലോ. ഒരു കല്യാണം പറയുമ്പോൾ എല്ലാവരും കൂട്ടം കുടുംബമൊക്കെ വരുന്നതല്ല. പോലൊക്കെ ഇതാക്കണം, ഓലോടും വർത്താനം പറയണം, കല്യാണം കൂടണം, വീഡിയോ എടുക്കണം, ഒക്കെ പാടെ ഒരു പുക പരിപാടിയെന്ന്. അങ്ങനെ ഇതാക്കണം ഞങ്ങളിതാക്കണം ചെക്കൻ്റെ വീട്ടുകാരെ ഇതാക്കണ ഉള്ളിലേക്ക് ക്ഷണിക്കുക കേട്ടോ. നമ്മൾ എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ചെക്കന് ഇതാ വെയിറ്റിംഗ് ആണ്, പെണ്ണിനെ കാണാനായിട്ട് ഒരു വെയിറ്റിംഗ് ആണ്. അങ്ങനെ ചെക്കനെ ആനയിച്ചാണ് ഇതാക്കണ വലിയ രാജകീയമായ ഒരു കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിക്കുന്നുണ്ട്. ഓനാണെങ്കിൽ ഒരു ബേജാറായിക്കണം തോന്നുന്നു, എല്ലാതും കൂടി ഒരു ബേജാറായിരുന്നു. അപ്പോൾ ഇതാക്കണ പെണ്ണ് ഇതാ താലൊക്കെ പിടിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ ചെയ്തിരിക്കണം, നല്ല സെറ്റായിക്കണ്. ഇനി വേഗം താലി കെട്ടണവും കൂടി വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേന്ന്. അപ്പം ഞാനൊക്കെ ചെക്കൻ്റെ ആരായിട്ട് വരും ചോദിച്ചാൽ, ഞാനും എൻ്റെ ഇളച്ചിയും മൂത്തച്ചിയൊക്കെ ആരായിട്ട് വരും ചോദിച്ചാൽ ചെറിയമ്മമാരായിട്ട് വരും കേട്ടോ. അപ്പം ഇവന് ഇതാക്കണ 2 അനിയന്മാരാണ് താഴത്തേക്കുള്ളത്. പിന്നെ അച്ഛനും അമ്മയും അങ്ങനെയാണ് കേട്ടോ ഓരോ കുടുംബം, പെങ്ങന്മാരും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാക്കണ് ഒരേ നാത്തൂമാരെ അമ്മായികളൊക്കെ മക്കളാണ് ബാക്കിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലും താലികെട്ടലുമായിട്ട് ഭയങ്കര ഉഷാറായിട്ട് പരിപാടി നടക്കുന്നുണ്ട് അവിടെ. അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയണോ, ആ നമ്പൂരി ഇത്തിരി അങ്ങോട്ട് മാറി നിന്നിട്ട് പിന്നെ പൂങ്കൊല ഇത്തിരി ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ എനിക്ക് ഉഷാറായിട്ട് വീഡിയോ എടുക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാനും വെച്ചാൽ പിന്നെ അപ്പുറത്തേക്കൊന്നും നീങ്ങിക്കാൻ കഴിയില്ല കേട്ടോ. ഏതായാലും ഞാൻ കിട്ടിയ മട്ടത്തിൽ അങ്ങോട്ട് വീഡിയോ എടുത്തേക്കാണ്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മളെ വീഡിയോ, നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോ ഇത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇല്ലതൊക്കെ ഫോട്ടോസാണല്ലോ, വീഡിയോസ് ഇല്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ ക്യാമറമാൻ എന്തൊക്കെ സൂം ചെയ്ത് അങ്ങ് തള്ളിക്കയറുന്നുണ്ടല്ലോ അല്ലേ. 2 ക്യാമറമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് അടിയാണ്. പിന്നെ എന്താക്കണം അത് മതിയാക്കി താലികെട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി നമ്മളത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇല്ല പരിപാടി എന്താ വെച്ചാൽ മണ്ടി കയറി കൂടുകയാണ് നമ്മൾ. ആ ഒരു കവല്ലവറേക്കാണ് ഇനി മണ്ടാല പരിപാടിയാണ്. പിന്നെ അതാ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഓരൊക്കെ എടുത്ത് പിന്നെ നമ്മളിതാക്കണം മേക്കപ്പ് റൂമിൽ ചെന്നിക്കണം കേട്ടോ. ഒരു ഫാനുണ്ട്, ഞങ്ങളുണ്ട് കടക്കായി, ഞങ്ങൾ ഫാനിൻ്റെ ചുവട്ടിൽ. അപ്പോൾ മക്കളെ ഡ്രസ്സൊക്കെ ഇതാക്കണ ബേജാറിലും മെത്തപ്പാടിലും നമ്മൾ ഇതാക്കണ അടിച്ച് കൂട്ടിയതാണ്. എങ്ങനെ അയക്കണെന്ന് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, രസമുണ്ടോ ഇല്ലേ നമ്മൾ അടിച്ചത് എന്ന്. അപ്പോൾ ഉണ്ണിമോളതും കുഞ്ഞാറ്റൻ്റെയും ഇതാക്കണം ഇപ്പം നേരം ശൈലെടുത്ത് വാങ്ങി അടിച്ചതാണ് കേട്ടോ. അങ്ങനെ കലറേ ചെന്നപ്പോൾ പരിപാടി എന്താ വെച്ചാൽ നല്ല നെയ്ച്ചോറുണ്ട്, കടായി ചിക്കനുണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. നല്ല പോലെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഇനിയിപ്പോൾ വേഗം വീട്ടിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും ഇതാക്കണം ഇറങ്ങി പോവുക കേട്ടോ. നമ്മളെ ബസ് എന്ന് പറയുകയാണെങ്കിൽ കാലാപാനിയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഇത്തിരി ദൂരമുള്ളെങ്കിലും നല്ല അടിച്ച് പൊളിച്ച് പോകുകയൊക്കെ വേണമല്ലോ. കല്യാണം എന്ന് പറയുന്നത് ഇതാക്കണം ഒരു വട്ടൊക്കെയല്ലേ ഉണ്ടാകുള്ളൂ. അതേതായാലും അടിപൊളി ആയിക്കും കേട്ടോ. നാത്തൂനും മകളുമാണ് ആ നിൽക്കണത്, ഓളെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കണ പണിയാണ് എല്ലാവർക്കും. പിന്നെ നമ്മൾ ഇതാക്കണ പെണ്ണിനെയൊക്കെ കൊണ്ടുവന്ന് കയറ്റി പിന്നെ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ തറവാട്ടിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ച് നെയ്ച്ചോറൊക്കെ തിന്നല്ല, വെള്ളത്തിന് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഒച്ചയും വിളിയാണ് കേട്ടോ. എല്ലാവരും ചോറ് വിളമ്പല് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും വിളിയാണ്. അത് ഇടാത്തത് കേട്ടോ വോയിസ്. പിന്നെ അതെല്ലാവരും ചോറുന്നുണ്ട്, പിന്നെ ഒരു തരി വെക്കണുണ്ട്, വിളമ്പണുണ്ട്, തിന്നുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിലാണ് മൂപ്പരാറിൻ്റെ വാ നമുക്ക് ചോറ് തിന്നുകയെന്നുള്ളത്. അപ്പം മൂപ്പർക്ക് കമ്പനി എടുക്കാനായിട്ട് ഞാനിതാനും ചോറിൻ്റെ അടുത്തേക്ക് വന്നിക്കണേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോറുന്നുണ്ട് കേട്ടോ. ഇത്തിരി നമ്മൾ 11:30 എത്തി അവിടുന്ന് പെണ്ണിൻ്റെ പേരെന്ന് ചോറുന്നാണ്. ഇപ്പം നേരം നോക്കുകയാണെങ്കിൽ 2-2:30 ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. സാധാരണ ഒരു ചോറുന്ന നേരത്തെ എപ്പോഴാകണുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവളും അതേ സെയിം പരിപാടി തന്നെയാണ്. നല്ല കടായി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി നെയ്ച്ചോറും ഉണ്ടായിരുന്നുണ്ട്. നെയ്ച്ചോറല്ല, വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് വെച്ചത്. അതിക്ക് പിന്നെ ഒരു തൈരും ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സാമ്പാറും ചോറും അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ നോക്കൂലല്ലോ, കാരണം എപ്പോഴും നമ്മൾ അത് ഉണ്ടാക്കി തിന്നുവരല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്നുന്നത് തന്നെയാണ്. എന്നാലും കല്യാണ പരത്തൊക്കെ അതൊരു വേറെ രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അല്ലാത്തൊരു ജാതി പള്ളൻ്റെ പൊന്നേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ എന്താ ചെയ്യാതാ
നമ്മളെ പള്ളക്ക് വേണ്ടെങ്കിലും തൊള്ളങ്ങട് നിന്നിട്ടില്ല എന്ന് പറയില്ലേ. അപ്പം അങ്ങനെയായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ ഇത്തിരി ചോറേ ഞാൻ നിന്നിട്ടുള്ളേന്നു. അങ്ങനെ കല്യാണം അത് അവസാന ഭാഗം കൂടി അയക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇതാകണം കൊലയിലൊക്കെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആയിക്കോടെയൊക്കെ പോണേ. എത്ര പെണ്ണുങ്ങൾ സാരി എടുത്തു, എത്ര പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ടു, മുല്ലപ്പ പൂവ് എത്രങ്ങാനും കുത്തി, അങ്ങനെയൊക്കെ കണക്കെടുത്ത് ഞങ്ങളതിങ്ങനെ ഇരുന്ന് ചുരുക്കം പറഞ്ഞ് എന്താക്കണം ഇങ്ങനെ കുറ്റൊക്കെ പറഞ്ഞ് നോണയൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന്. പിന്നെ ഇതാക്കണം ഇനി നമുക്ക് പോകാനുള്ള പരിപാടിയായി തുടങ്ങിയിട്ടോ. മഴ നല്ല പോലെ കനത്ത് ഇങ്ങനെ വരുന്നുണ്ട്. പെയ്യണേൻ്റെ മുന്നേ നമുക്ക് ഇതാക്കണം നമ്മളെ വീട് പിടിക്കണം കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടാളും പോയിട്ടില്ല. ഞാനും കണ്ണനും നമ്മളെ മൂപ്പരുമാണ് പോണത്. കണ്ണനും പെങ്ങന്മാരും ഇതാക്കണം മാങ്ങക്ക് വേണ്ടിയിട്ട് അടി കൂടുകയാണ് കേട്ടോ. 2-3 പെങ്ങന്മാർ ഇതാക്കണം ഇവിടെ ഉണ്ട്. ഇളച്ചൻ്റെയൊക്കെയാണ്, ഇളച്ചൻ്റെയും മൂത്തച്ഛൻ്റെയും മക്കളൊക്കെയാണ്. അങ്ങനെ നാത്തൂനും ഒന്നും പോണില്ല എന്നും പറഞ്ഞപ്പം ഉണ്ണിമോളും കുഞ്ഞാറ്റി ഞങ്ങൾ 4 അമ്മായി പോയിട്ട് വരാം, കുഞ്ഞമ്മായി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മൂത്തച്ഛൻ്റെ ഇവിടെ ഇതാക്കണേ കൊക്കക്കായ ഉണ്ടായിക്കണ്. അപ്പോൾ പൈത്തിക്കണോ നോക്കിയതായിരുന്നു. അപ്പോൾ പൈത്തിട്ടൊന്നുമില്ല. അപ്പോൾ പച്ചനെയുണ്ട്, ചെറിയൊരു മരമാണ്. അപ്പോൾ നല്ല ഉഷാറ് കായ ഉണ്ടായിരുന്നു. വീണ്ടും ഇതാണ് സാരിയൊക്കെ മാറ്റി ഞാൻ ഇതാക്കണേ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. വേഗം അങ്ങോട്ട് എത്തട്ടെ. മഴ പെയ്യണേന് മുന്നേ അവിടെ ഒന്ന് എത്തണം കേട്ടോ. പിന്നെ ഇതാക്കണ മക്കൾ പാട്ടൊക്കെ ഇട്ടാണ്ട് ഇതാ സെൻഡ് ഓഫ് പോലാണ്ട് കഴിച്ചെടുക്കുകയാണ്. എല്ലാവരും പേരക്കുട്ടികളാണ് കേട്ടോ. അച്ഛമ്മനെ പേരക്കുട്ടികളാണ് ഇതുള്ളത്. അപ്പോൾ അതാക്കണ ഒരാൾ കളിക്കണില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. വീഡിയോ എടുത്തപ്പോൾ ആകെപ്പാടെ ഇങ്ങോട്ട് കുറവായിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കിട്ടിയൊരവസരമല്ലേ അങ്ങനെ മുതലാക്കണമല്ലോ. അവിടെ ഭയങ്കര ഡാൻസാണ്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാ ഇളച്ചൻ്റെ 2-3 ആളിനുണ്ട്, അതാണ് മൂത്തച്ഛൻ്റെ 2-3 ആളിനുണ്ട്. അങ്ങനെ ഇതെല്ലാവരും ഉണ്ട്. എൻ്റെ 3 ഉണ്ട്. അപ്പോൾ പേരും കളിയാണ്, എല്ലാവരും ഭയങ്കര കളിയാണ്. ഇതാരപ്പോൾ ഇത് കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി പോണത് എന്നേക്കാറല്ലേ. അപ്പോൾ അതിന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സൂക്കട് ഉണ്ടായാലുണ്ട്. നിങ്ങൾ കാണുന്ന മാർക്കൊന്നുമല്ല, നല്ലൊരു സൂക്കടിൻ്റെ ആളാണ് കേട്ടോ. നല്ല തുള്ളിച്ചാടി ഇതാക്കുന്നത് യാത്ര പറയാൻ വേണ്ടി അമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും തന്നെ യാത്ര പറഞ്ഞ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളും പോവുകയാണ്. മക്കൾ നാളെ മറ്റന്നൊക്കെ തിരിച്ച് പോരുള്ളൂ എന്നും പറഞ്ഞു. സൽക്കാരം കഴിഞ്ഞിട്ട് ആക്കം പോലെ പോരുള്ളൂ എന്നാട്ടാ പറഞ്ഞ്. പിന്നെ എന്താ നാത്തൂനും തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാ പോകണുള്ളൂ പറഞ്ഞ്. അപ്പോൾ നമ്മളതാ തറവാട്ടിൻ്റെ അടുക്കളയിൽ ഇതാക്കണത് ചൂടുവെള്ളം ഉണ്ടാകണമെന്ന്. ഇവിടെ ആടുകളുണ്ട്, അപ്പോൾ ഒരു കഞ്ഞിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അമ്മക്ക് ഇവിടെ ഓരോ പണിയുണ്ട്, ഭയങ്കര പണിയാണ്. അപ്പോൾ ഇവിടെ പാത്രം കഴുകി എന്തോ പരിപാടിയാണ്. കുറച്ച് ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു, അതൊന്നും ഒലുമ്പി വെക്കണ പരിപാടി അമ്മക്ക്. അപ്പോൾ ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനോട് യാത്ര പറഞ്ഞൊക്കെ പോരുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്ന് കൂടണമെങ്കിൽ എന്തേലും വരണിട്ട് ഇങ്ങനെ കല്യാണം കളവാണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കൂട്ടം കുടുംബം കൂടൂല്ലേ. ഞങ്ങൾ പിന്നെ ഇതാക്കണം കൊല്ലത്തിൽ ഇതാക്കണ ഓണം വിഷു ഇവിടെ കഴിക്കണോണ്ടും തിരക്കടില്ല. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ പോകുന്നുണ്ട്. ഒരു 6 മണിയോട് കൂടിയാണ് പിന്നെയും നിന്ന് 6 മണി ആക്കിയിട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നു ഞങ്ങൾ 3 ആളും കൂടി. അപ്പോൾ അങ്ങോട്ട് പോയാൽ മാരിക്കല്ല, ഇങ്ങോട്ട് കയറ്റാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല വലിയൊരു കവറിലൊക്കെ ആക്കി പോകുന്നു. ഇടവണ്ണത് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ. അപ്പോഴാണ് വണ്ടിക്ക് ചെറുതായിട്ടൊരു ആട്ടോ അനക്കം നോക്കിയപ്പം ഇതാ ടയറിൽ ഇതാ കാറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പീടിയൊന്നും തുറക്കൂലല്ലോ. ഏതായാലും തിരഞ്ഞ് നോക്കിയാൽ പോയിക്കണം കേട്ടോ. എന്നിട്ട് പഞ്ചർ ഒട്ടിക്കാൻ എന്തെങ്കിലും കട ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞാനും കണ്ണൻ തന്നെ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. നമ്മളെ വലിയൊരു കവറും കീസൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ നടക്കായി. ഞങ്ങൾ പാലത്തുങ്ങൾക്ക് വരി, ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഞങ്ങളിതാ പാലത്തുമ്മക്ക് നടന്ന് ഇതാക്കണം. ഇവിടെ ഇരുന്നിക്കണം കേട്ടോ. ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കുറേ നേരം ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് പിന്നെ പഞ്ചറൊക്കെ ഒട്ടിച്ച് വന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ വീഡിയോ ഇതാക്കണം ഇങ്ങനെയാണിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ കല്യാണം, നമ്മളെ നാടും നമ്മളെ നാട്ടുകാരും എല്ലാവരും കൂടി ഇഷ്ടമാവും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണാൻ ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ഇട്ടോളി. ബൈ ബൈ.